ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ആലാപ്പ് എന്ന ഒരു വ്യത്യസ്തമായ ബംഗാളി സിനിമയാണ് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ നായകന്റെ വിവാഹം നിശ്ചയിക്കുകയാണ്. അങ്ങനെ നിശ്ചയിച്ച പെൺകുട്ടി നമ്മുടെ നായകന്റെ വീട്ടിലേക്ക് അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നറിയാൻ വരുന്നു. അവിടെയും അവരെ കാത്തിരുന്നത് ഒരു വലിയ ഞെട്ടലായിരുന്നു. നമ്മുടെ നായകന്റെ വീട്ടിൽ രാത്രിയിൽ മാത്രം ഏതോ ഒരു പെൺകുട്ടി വന്ന് ഏകദേശം 1 വർഷമായി താമസിച്ചിട്ട് പോകുന്ന വിവരം അവരറിയുന്നു. രാത്രിയിൽ മാത്രം ഒരു പെൺകുട്ടി വന്ന് താമസിച്ചിട്ട് പോകുകയാണോ? ആരാണ് പെൺകുട്ടി എന്ന് നായകനോട് ചോദിച്ചാൽ നമ്മുടെ നായകന് പോലും അങ്ങനെ ഒരു പെൺകുട്ടി തന്റെ വീട്ടിൽ രാത്രി വന്ന് താമസിക്കുന്ന കാര്യം അറിയില്ല. അങ്ങനെ ഒരു വീടിനുള്ളിൽ എന്ത് നിഗൂഢതയാണ് നടക്കുന്നത്? അങ്ങനെ രാത്രി മാത്രം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് താമസിച്ചു പോകുന്ന പെൺകുട്ടി ആരാണെന്നൊക്കെയുള്ള ട്വിസ്റ്റുകൾ ഒരു മനോഹരമായ പ്രണയകഥയോടൊപ്പം പറഞ്ഞിരിക്കുന്ന സിനിമയാണിത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ കോർപ്പറേറ്റ് ഓഫീസ് കാണിക്കുന്നു. ആ ഓഫീസിലെ മാനേജർ വന്ന് അവിടുത്തെ ജോലിക്കാരോട് ഇനി മുതൽ രാവിലെ 9 മണിക്ക് തന്നെ എല്ലാവരും ജോലിക്കെത്തണം, വൈകുന്നേരം 7 മണിക്ക് മാത്രമേ ജോലി കഴിയൂ, അതിനുശേഷം ഓവർ ടൈം കൂടി കഴിഞ്ഞേ പോകാൻ പാടുള്ളൂ എന്നും കൃത്യസമയത്ത് ജോലിക്ക് വരാത്തവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതേ മാനേജർ തന്റെ ഓഫീസിലുള്ള അതിഥി എന്ന നമ്മുടെ നായിക ആ സമയത്ത് അവിടെ ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. ആ അതിഥി പെണ്ണ് എവിടെ പോയി? ഇത്രയും പ്രധാനപ്പെട്ട മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാതെ അതിനുള്ളിൽ വീട്ടിൽ പോയോ എന്ന് അതിഥിയുടെ സുഹൃത്തിനോട് ചോദിക്കുന്നു. അതിനവർ നമ്മുടെ നായികയുടെ മുത്തശ്ശി മരിച്ചുപോയി, അതിനാണ് അവൾ അനുവാദം വാങ്ങി നേരത്തെ പോയതെന്ന് മാനേജറോട് പറയുന്നു. മാനേജർ അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ നായികയ്ക്ക് അവരുടെ സുഹൃത്ത് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. എടി അതിഥി, നീ എവിടെയാ? നീ നേരത്തെ പോയത് മാനേജർ എന്ന് കണ്ടുപിടിച്ചു. നിന്റെ മുത്തശ്ശി മരിച്ചുപോയെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കബളിപ്പിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും രാവിലെ 9 മണിക്ക് കൃത്യസമയത്ത് വാ, ഓവർ ടൈം ചെയ്തിട്ട് വീട്ടിൽ പോ എന്ന് പറയുന്നു. എന്നാൽ നായിക വളരെ ക്ഷീണിതയാണ്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയാണ്. സിറ്റിയിലെ ട്രാഫിക്കിനെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ. ഈ ട്രാഫിക് എല്ലാം താണ്ടി ഞാൻ ഇങ്ങനെ ഇത്ര വൈകി ഇറങ്ങി വീട്ടിലെത്തും? ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല. രാവിലെ 9 മണിക്ക് ഞാൻ എങ്ങനെ വരാനാണ് എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുന്നു. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുന്നു. 9 മണിക്ക് ഓഫീസിൽ എത്താൻ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കേണ്ട അവസ്ഥയാണ് അതിഥിക്ക്. അങ്ങനെ റാപ്പിഡോ, അതായത് ബൈക്ക് ടാക്സി പിടിച്ചാണ് അവർ വരുന്നത്. ടാക്സിക്ക് 180 രൂപ കൊടുത്ത് ഓഫീസിൽ ഇറങ്ങി ധൃതിയിൽ ഓടുമ്പോഴാണ് അറിയാതെ നമ്മുടെ നായകന്റെ ദേഹത്ത് തട്ടിയിട്ട് പോകുന്നത്. അതെ, ഇതാണ് നമ്മുടെ നായകൻ. ഇദ്ദേഹത്തിന്റെ പേര് പാബ്ലോ. ഇദ്ദേഹത്തിന്റെ കഥ കാണുന്നതിന് മുൻപ് നമ്മുടെ അതിഥി 9 മണിക്ക് മുൻപ് ഓഫീസിൽ എത്തുമോ എന്ന് നോക്കാം. ഏകദേശം 9:15 ആകുന്നു. തന്റെ സുഹൃത്തിനെ വിളിച്ച് മാനേജർ വന്നു എന്ന് ചോദിക്കുമ്പോൾ കാർ പാർക്കിങ്ങിൽ ഉണ്ടെന്നും വേഗം മുകളിലേക്ക് വരാനും പറയുന്നു. അങ്ങനെ അതിഥി എങ്ങനെയോ ലിഫ്റ്റൊക്കെ പിടിച്ച് ഓഫീസിലെത്തുന്നു. ഇപ്പോൾ രാത്രി ജോലി കഴിഞ്ഞ് ഒരു 8 മണിക്ക് അവിടുത്തെ ബസ്സിൽ തന്റെ സുഹൃത്തിനൊപ്പം ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ മച്ചി, ഓഫീസിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് നോക്കണം. ഹോസ്റ്റൽ ആയതുകൊണ്ട് 5000 രൂപ കൊടുത്ത് അവിടെ താമസിക്കുന്നു. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 5000 രൂപ തന്നെ കൂടുതലാണ്. ആ തുകയ്ക്ക് ഏതെങ്കിലും വീട് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ഡെവലപ്ഡ് ഏരിയയാണ്, ഇവിടെ വീട് കിട്ടുന്നതേ പാടാണ്, അതും 5000 രൂപയ്ക്ക്. നോക്കാം എന്ന് സുഹൃത്ത് പറയുന്നു. അവർ പോകുന്ന അതേ ബസ്സിൽ തന്നെയാണ് നമ്മുടെ നായകനും വരുന്നത്. നമ്മുടെ നായകനും നായികയെ പോലെ ഒരു കോർപ്പറേറ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. നായകന്റെ അച്ഛനും അമ്മയും ഗ്രാമത്തിലാണ്. നായകൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചാണ് ഓഫീസിൽ പോയി വരുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിനടുത്ത് തന്നെയാണ് സുഹൃത്തിന്റെ വീട്. എന്നാൽ ഇപ്പോൾ നായകന്റെ സുഹൃത്തിന്റെ വിവാഹം നടക്കാൻ പോകുകയാണ്. മച്ചാ, കല്യാണം കഴിയുന്നത് വരെ നീ എന്റെ കൂടെ താമസിക്കുന്നത് ഓക്കെയാണ്, പക്ഷെ കല്യാണത്തിന് ശേഷം എന്റെ ഭാര്യ വരും. നീ ഇവിടെ ഉണ്ടെങ്കിൽ ശരിയാവില്ല, നീ തനിച്ച് എവിടെയെങ്കിലും നോക്കിക്കോ എന്ന് സുഹൃത്ത് പറയുന്നു. നായകന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പുറത്ത് വാടക നോക്കിയാൽ 20,000 മുതൽ 30,000 രൂപ വരെ വരും. ഇപ്പോൾ അദ്ദേഹവും ഒരു സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നായകന്റെ സുഹൃത്ത് പറയുന്നത്, എനിക്കറിയാവുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ഒരു വേലക്കാരനുണ്ട്, ആ അപ്പാർട്ട്മെന്റിൽ ഒരു വീട് കാലിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ വീട്ടിലുള്ളവർ വിദേശത്ത് പോയിരിക്കുകയാണ്, അവർ വരുന്നത് വരെ നിനക്ക് അവിടെ താമസിക്കാം. ആ അപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ നായകനെ സുഹൃത്ത് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ ആ വേലക്കാരൻ വന്ന്, സർ, ഇത് 2 BHK അപ്പാർട്ട്മെന്റ് ആണ്, വളരെയധികം സൗകര്യവുമുണ്ട്. വീട്ടുടമസ്ഥൻ എല്ലാ സാധനങ്ങളും അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് പോയത്, എല്ലാം ചുറ്റിക്കാണൂ സർ എന്ന് പറയുന്നു. 20,000 രൂപയാണ് വാടക എന്നും പറഞ്ഞ് ചുറ്റിക്കാണിക്കുന്നുണ്ട്. ആ വീട് നമ്മുടെ നായകന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. എന്നാൽ 20,000 രൂപ വാടക വളരെ കൂടുതലാണ്. എടോ, നീ വീട്ടുടമസ്ഥൻ അറിയാതെയാണ് എനിക്ക് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് തരുന്നത്, അതുകൊണ്ട് 20,000 ഒന്നും തരാൻ പറ്റില്ല, 10,000 രൂപ തരാം, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വിലപേശി എങ്ങനെയോ നമ്മുടെ നായകൻ ആ വേലക്കാരനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. നമ്മുടെ നായകൻ പകൽ സമയത്ത് മാത്രമാണ് അപ്പാർട്ട്മെന്റിൽ വരുന്നത്.
രാത്രിയിൽ ജോലിക്ക് പോകും. കാരണം അദ്ദേഹം ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് രാത്രിയിലാണ് നായകന് ജോലി. അതുകൂടാതെ വീക്കെൻഡ് ആയാൽ നാട്ടിൽ പോയി അച്ഛനമ്മമാരുടെ കൂടെ വീട്ടിൽ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ പതിവാണ്. ഇതെല്ലാം പറഞ്ഞാണ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ നായകന് പ്രണയമൊന്നുമില്ല, ഇപ്പോഴും സിംഗിളാണ്. അങ്ങനെ താൻ താമസിക്കുന്ന വീട്ടിൽ മീനിനെ വളർത്തുക, ചെടികൾ വളർത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ വൃത്തിയായി അദ്ദേഹം വീട് സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ നായികയെ അദ്ദേഹം വീണ്ടും കാണുന്നു. അവർ ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ട്. ആ പെർഫ്യൂമിന്റെ മണം നമ്മുടെ നായകന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ നായികയുടെ ഓഫീസ് കാണിക്കുന്നു. തീപിടുത്തമുണ്ടായാൽ പെട്ടെന്ന് വെള്ളം വീടില്ലേ, അതുപോലെ ഓഫീസിൽ വെള്ളം ചാടാൻ തുടങ്ങുന്നു. സത്യത്തിൽ നമ്മുടെ നായിക വരാൻ വൈകിയത് കൊണ്ടാണ് അവർ അത് ഓൺ ചെയ്ത് വിട്ടത്. എന്നാൽ അവിടുത്തെ മാനേജർ അവിടുത്തെ വാച്ച്മാനെ വഴക്ക് പറയുകയും നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുകയാണ് എന്നും പറയുന്നു. താൻ കാരണം വാച്ച്മാന്റെ ജോലി പോകരുതെന്ന് കരുതി നായിക വന്ന് മാനേജറോട് ഞാൻ വരാൻ വൈകിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. മാനേജറും ഇനി മേലിൽ നീ വൈകി വരികയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ നിന്നെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് നായികയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അത്രമാത്രം. ഇതിൽ കൂടുതൽ നായികയ്ക്ക് 20 കിലോമീറ്റർ യാത്ര ചെയ്ത് ഓഫീസിൽ വരാൻ കഴിയുന്നില്ല. ഓഫീസിനടുത്ത് തന്നെ എന്തെങ്കിലും വീടോ ഹോസ്റ്റലോ നോക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അവരുടെ ഓഫീസിലെ വാച്ച്മാൻ മാഡം നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കറിയാവുന്നൊരു സുഹൃത്തുണ്ട്. അവനൊരു അപ്പാർട്ട്മെന്റിൽ വേലക്കാരനായി ജോലി ചെയ്യുന്നു. അവനോട് സംസാരിച്ച് നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് ആ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തു തരാം എന്ന് പറയുന്നു. സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ നായകൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. നായകന്റെ അപ്പാർട്ട്മെന്റിനെതിരെ ഒരു പ്രായമായ മുത്തശ്ശി താമസിക്കുന്നുണ്ട്. അവർ രാവിലെ TV സീരിയൽ വെച്ച് തരാൻ പറഞ്ഞും നമ്മുടെ നായകനോട് നിന്റെ കല്യാണം കഴിഞ്ഞോ, എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ സൗഹൃദപരമായി സംസാരിക്കുന്നു. സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ആ വേലക്കാരൻ, അതായത് നമ്മുടെ നായകന് അപ്പാർട്ട്മെന്റ് ശരിയാക്കി കൊടുത്തയാൾ വന്ന് നായകനോട് ഒരു പ്രധാന കാര്യം പറയുന്നു. നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യന് കുറച്ചു നാൾ താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് ചോദിച്ചിരുന്നു. വളരെ പാവപ്പെട്ട പയ്യനാണ് സർ. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ സാറിന്റെ വീട് മാത്രമാണ് രാത്രിയിൽ ഒഴിവുള്ളത്. കാരണം സർ രാത്രിയിലാണല്ലോ ജോലിക്ക് പോകുന്നത്. അതുകൂടാതെ സാറിന്റെ വീട്ടിൽ 2 മുറികളില്ലേ, ഒരു മുറിയിൽ സാർ താമസിച്ചാലും മറ്റേ മുറിയിൽ ആ പയ്യനെ താമസിപ്പിക്കാമല്ലോ. സാറിനെ ശല്യപ്പെടുത്തില്ല. സർ പകൽ വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോൾ അവൻ ഓഫീസിലായിരിക്കും. സർ രാത്രി ജോലിക്ക് പോയതിനു ശേഷമേ അവൻ വീട്ടിൽ വന്ന് അവന്റെ മുറിയിൽ താമസിക്കൂ. സാറിന്റെ മുറിയിലേക്ക് കയറുക പോലുമില്ല. ദയവായി സമ്മതിക്കണം സർ എന്ന് പറയുന്നു. നായകനും ആലോചിച്ച ശേഷം അപ്പോൾ ഞാൻ തരുന്ന വാടകയിൽ ഒരു 4000 രൂപ കുറച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിനും ആ വേലക്കാരൻ സമ്മതിക്കുന്നു. അങ്ങനെ 6000 രൂപ വാടക കൊടുത്ത് ആ ഡീലിന് നമ്മുടെ നായകൻ സമ്മതിക്കുന്നു. എന്നാൽ നമ്മുടെ നായകനോട് അവിടെ നമ്മുടെ നായിക അതിഥിയാണ് വാടകയ്ക്ക് വരുന്നതെന്ന കാര്യം ആ വേലക്കാരൻ മറച്ചുവെച്ച് അതൊരു പയ്യനാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ അതിഥിയും ആ അപ്പാർട്ട്മെന്റ് വന്ന് കാണുന്നു. ആ വേലക്കാരൻ ഈ അപ്പാർട്ട്മെന്റിൽ പാബ്ലോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം പകലായിരിക്കും അപ്പാർട്ട്മെന്റിൽ വരുന്നത്. അദ്ദേഹം ആ റൂമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ റൂം ഉപയോഗിച്ചോളൂ, വീട് വളരെ വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ ചില നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ നായികയെ അവിടെ താമസിപ്പിച്ചിട്ട് പോകുന്നു. ഇപ്പോൾ നായികയ്ക്ക് 6000 രൂപ വാടകയ്ക്ക് ഓഫീസിനടുത്ത് തന്നെ ഈ അപ്പാർട്ട്മെന്റ് കിട്ടുന്നു. അങ്ങനെ നായിക ആ അപ്പാർട്ട്മെന്റിൽ രാത്രിയിൽ വന്ന് താമസിക്കുന്നത് എതിർ വീട്ടിലെ മുത്തശ്ശി കാണുന്നു. ഇതിൽ ആ വേലക്കാരനാണ് നന്നായി പണമുണ്ടാക്കുന്നത്. അതിനുശേഷം മുതൽ ആ അപ്പാർട്ട്മെന്റിൽ പകൽ നമ്മുടെ നായകനും രാത്രിയിൽ നമ്മുടെ നായികയും താമസിക്കാൻ തുടങ്ങുന്നു. 2 പേരും പരസ്പരം കാണാതെയാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും ആ അപ്പാർട്ട്മെന്റിൽ നമ്മുടെ നായകൻ തുണി ഉണക്കാനിട്ടിട്ട് പോകുന്നത് രാത്രിയിൽ നായിക കാണും. നായിക ഇടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന തീപ്പെട്ടി കൂടുകൾ നമ്മുടെ നായകൻ കാണും. ഒരു ഘട്ടത്തിൽ നമ്മുടെ നായകന്റെ കയ്യിൽ ഒരു പാഡ്, അതായത് സാനിറ്ററി പാഡ് കിട്ടുന്നു. എന്താ ഇത്? ഈ വീട്ടിൽ ഒരു ആൺകുട്ടിയല്ലേ വാടകയ്ക്ക് താമസിക്കുന്നത് എന്ന് പറഞ്ഞത്, ഇതെന്താ പാഡ് എന്ന് കരുതി നായകന് ഒന്നും മനസ്സിലാവാതെ ആ പാഡ് എടുത്ത് വേലക്കാരന്റെ കയ്യിൽ കൊടുത്ത് ഇതെന്താണെന്ന് ചോദിക്കുന്നു. അയ്യോ സോറി സർ, ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നതിന് പകരം സാറിന്റെ വീട് വൃത്തിയാക്കുമ്പോൾ അറിയാതെ വെച്ചു പോയതാണ് എന്ന് വേലക്കാരൻ പറഞ്ഞൊപ്പിക്കുന്നു. അതും നമ്മുടെ നായകൻ വിശ്വസിക്കുന്നു. ഇവിടെ നായികയ്ക്ക് രാത്രി അതേ പാഡ് ആവശ്യമായി വരുന്നു. അയ്യോ, ഞാൻ രാവിലെ വാങ്ങിവെച്ച പാഡ് കാണാനില്ലല്ലോ എന്നവർ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഈ വീട്ടിൽ പകൽ താമസിക്കുന്ന ആ പാബ്ലോ അതെടുത്ത് കളഞ്ഞു കാണുമെന്ന് മനസ്സിലാകുന്നത്. അവർക്ക് നമ്മുടെ നായകനോട് ദേഷ്യം വരുന്നു. അതും തന്റെ സുഹൃത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് നമ്മുടെ നായകൻ നാട്ടിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് നമ്മുടെ നായികയ്ക്ക് വളരെ ഫ്രീ ആയി ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കാം.
അതിനാൽ തന്റെ സുഹൃത്തുക്കളെയെല്ലാം രാത്രി ഒരു പാർട്ടി നടത്താമെന്ന് പറഞ്ഞ് മദ്യക്കുപ്പികളുമായി നായിക അങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചും കുടിച്ചും പുകവലിച്ചും ഇരിക്കുന്നു. ഇപ്പോൾ ആ വീക്കെൻഡ് കഴിഞ്ഞ് പകൽ നമ്മുടെ നായകൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിനുള്ളിൽ വന്നപ്പോൾ എല്ലാം അലങ്കോലമായി, അതായത് മദ്യക്കുപ്പികൾ കിടക്കുന്നുണ്ട്, പാത്രങ്ങൾ കഴുകാതെ അതേപോലെ ഇട്ടിരിക്കുന്നതൊക്കെ കാണുന്നു. ഇത് കാണുന്ന നായകന് ഭയങ്കര ദേഷ്യം വരുന്നു. ഉടനെ ആ വേലക്കാരനെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറയുന്നു. എടാ, ഈ വീട് വൃത്തിയായി വെക്കണമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? ആ പയ്യന് കുറച്ചെങ്കിലും വിവരമില്ലേ? ഇങ്ങനെയാണോ എല്ലാം ഇട്ടിട്ട് പോകുന്നത്? എനിക്കിപ്പോൾ തന്നെ ആ പയ്യന്റെ ഫോൺ നമ്പർ താ, ഞാൻ അവനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നായികയുടെ ഫോൺ നമ്പർ അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ വാങ്ങി നായികയ്ക്ക് വിളിക്കുമ്പോൾ നായിക മീറ്റിംഗിലായതുകൊണ്ട് അവിടുത്തെ മറ്റൊരു സുഹൃത്തിന്റെ കയ്യിൽ ഫോൺ കൊടുത്ത് സംസാരിക്കാൻ പറയുന്നു. അതൊരു പുരുഷനായിരുന്നു. അദ്ദേഹം പേര് പറഞ്ഞപ്പോൾ നമ്മുടെ നായകൻ, ഓ, അപ്പൊ ഇവനാണ് ആ പയ്യൻ എന്ന് കരുതി, എന്താ സർ, വീട്ടിൽ വൃത്തിയായിരുന്നു കൂടെ? പാത്രങ്ങളൊക്കെ കഴുകാതെ ഇട്ടിട്ടാണോ പോകുന്നത്? എല്ലാം ചെയ്യുന്നുണ്ട്, ഇനിയെങ്കിലും വൃത്തിയായി കണ്ടില്ലെങ്കിൽ അപ്പോ കാണാം സർ എന്ന് പറഞ്ഞ് നായകൻ ദേഷ്യപ്പെടുന്നു. ആ സുഹൃത്തും നമ്മുടെ നായികയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ആരോ പാബ്ലോ ആണെന്നും നിന്റെ കൂടെ വീട്ടിൽ പകൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെന്നും പറഞ്ഞ് ഫോൺ ചെയ്ത് ദേഷ്യപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് നായികയ്ക്കും ഓർമ്മ വരുന്നത്, അയ്യോ, അന്ന് നമ്മൾ കുടിച്ചിട്ട് പോയ കുപ്പികൾ ഒന്നും ക്ലീൻ ചെയ്യാതെയാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞ് അവർക്കും വിഷമം തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ നായിക രാത്രിയിൽ വീട്ടിൽ വരുമ്പോൾ അവിടെ കണ്ണാടിയിൽ ഒരു പേപ്പർ തുണ്ട് ഒട്ടിച്ചിരിക്കുന്നു. അതിൽ ഒരു ലേഡീസ് ക്ലിപ്പ് കട്ടിലിനടിയിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. താഴെ PM എന്നും എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ നായകൻ രാത്രിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്റെ പേര് PM എന്ന് എഴുതിയതാണ്. മറ്റൊരു വശത്ത് ആ എതിർ വീട്ടിലെ മുത്തശ്ശി അവിടെ താമസിക്കുന്ന നമ്മുടെ നായിക അതിഥിയെ നമ്മുടെ നായകന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതിഥിയും അത് സമ്മതിച്ചുകൊണ്ട് ആ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ച് പോകുന്നു. ഒരു ദിവസം നമ്മുടെ നായകൻ പതിവിന് വിപരീതമായി ജോലി നേരത്തെ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. അത് കണ്ട വേലക്കാരൻ ഉടനെ നമ്മുടെ നായികയെ വിളിച്ചു നോക്കുന്നു. ഫോൺ എടുക്കാത്തത് കൊണ്ട് അതിരാവിലെ തന്നെ കോളിംഗ് ബെല്ലടിച്ച് നമ്മുടെ നായികയെ നായകൻ വരുന്നതിന് മുൻപ് തന്നെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറക്കുന്നു. നായകൻ വീട്ടിൽ വരുമ്പോൾ ആ കണ്ണാടിയിൽ മറ്റൊരു പേപ്പർ തുണ്ട് ഒട്ടിച്ചിരിക്കുന്നു. അത് നമ്മുടെ നായിക എഴുതിയതാണ്. സോറി, അന്ന് അറിയാതെ കുപ്പികൾ അവിടെ ഇട്ടിട്ട് പോയി, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് എഴുതിയിരിക്കുന്നു. താഴെ AM എന്നും എഴുതിയിട്ടുണ്ട്. അത് കണ്ട് നായകന് ഒരു ചെറിയ ചിരി വരുന്നു. എന്നാൽ നായകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മുടെ നായിക ഒരു പയ്യനാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ നായകന് അതിൽ പിന്നെ ഒരു ചെറിയ സംശയം വരുന്നുണ്ട്. ഇടയ്ക്കിടെ ആ വീട്ടിൽ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമിന്റെ മണം അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ മുൻപ് പാഡ് കണ്ടിരുന്നു, അതിനുശേഷം ക്ലിപ്പുകളും കണ്ടിരുന്നു. അതെല്ലാം വെച്ച് നായകൻ തന്റെ സുഹൃത്തിനെ വിളിച്ച്, എന്റെ വീട്ടിൽ രാത്രിയിൽ ഒരുത്തൻ വാടകയ്ക്ക് താമസിക്കുന്നില്ലേ? അവൻ ഏതോ ഒരു പെണ്ണിനെ രാത്രിയിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മുഴുവൻ പെണ്ണിന്റെ പെർഫ്യൂം മണമാണ് എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകെ നമ്മുടെ നായകൻ പകൽ വന്ന് എന്തെങ്കിലും പാചകം ചെയ്താൽ അത് രാത്രി നമ്മുടെ നായികയ്ക്കായി വെച്ചിട്ട് പോകുന്നതും രാത്രി നായിക വന്ന് അത് കഴിച്ചു നോക്കിയിട്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് ആ പേപ്പർ തുണ്ടിൽ എഴുതി വെക്കുന്നതും, അങ്ങനെ ആ പേപ്പർ തുണ്ടിലൂടെ ഓരോ ദിവസവും നമ്മുടെ നായകനും നായികയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതും പങ്കുവെക്കുന്നതും കാണിക്കുന്നു. ഒരു ദിവസം നമ്മുടെ നായകൻ വാഷിംഗ് മെഷീനിൽ തുണിയിടാൻ പോകുമ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ വസ്ത്രം ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അത് വെച്ച് നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയാണ് വാടകയ്ക്ക് താമസിക്കുന്നതെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നായകന്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായും ഏതോ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടെന്നും അതുകൊണ്ട് കുറച്ചു നാൾ നായകന്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്നും അവർ ഫോണിൽ പറയുന്നത്. നായകൻ കുറച്ച് പരിഭ്രമിക്കുന്നു. ഉടനെ വീട്ടുവേലക്കാരനെ വിളിച്ച്, എടാ, മര്യാദയ്ക്ക് സത്യം പറ, ഇവിടെ രാത്രി വന്ന് താമസിക്കുന്നത് ഒരു പെൺകുട്ടിയല്ലേ? ഇനിയും മറച്ചു വെച്ചാൽ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ആ വേലക്കാരൻ പേടിച്ച്, അതെ സർ, അതിഥി എന്നൊരു പെൺകുട്ടിയാണ് താമസിക്കുന്നത്. അത് പറഞ്ഞാൽ സർ സമ്മതിക്കില്ലെന്ന് കരുതിയാണ് ഞാൻ നുണ പറഞ്ഞത് എന്ന് പറയുന്നു. നീ എന്ത് ചെയ്യുമോ എന്തോ എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുന്നു. ഇപ്പോൾ തന്നെ ആ പെണ്ണിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ. കാരണം എന്റെ അച്ഛനും അമ്മയും രാത്രിയിൽ ഇവിടെയാണ് താമസിക്കുന്നത്. ഒരു പെണ്ണിന്റെ കൂടെ എന്നെ കണ്ടാൽ അത്രയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ നായകന്റെ അച്ഛനും അമ്മയും നായകന്റെ വീട്ടിൽ വരുന്നു. നായകൻ, ഈ വീട് ശരിയല്ല. എന്റെ കൂടെ എന്റെ സുഹൃത്തും ഇവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട. നിങ്ങൾക്ക് പുറത്തൊരു ഹോട്ടലിൽ റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ പറയുന്നു. എന്നാൽ അതിനുള്ളിൽ ആ വേലക്കാരൻ വന്ന് നായകനെ വിളിച്ച്, ആ അതിഥി മാഡം ഹൈദരാബാദിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയി, 2 ദിവസം വരില്ല. സാറിന്റെ അച്ഛനെയും അമ്മയെയും ഇവിടെ തന്നെ താമസിപ്പിച്ചോളൂ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായകന്റെ അച്ഛനെയും അമ്മയെയും അദ്ദേഹം അവിടെ തന്നെ താമസിപ്പിക്കുന്നു. നായകന്റെ അമ്മ വളരെ സൂക്ഷ്മതയുള്ള ആളാണ്.
വീടിനുള്ളിൽ വന്നതും അവർക്കൊരു പെർഫ്യൂം മണം വരുന്നു. എന്താ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം പോലെ എന്ന് സംശയിക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ ഇവർ രണ്ടുപേരും മാറി മാറി എഴുതി വെച്ചിരുന്നില്ലേ, അതെല്ലാം കണ്ട് ഇതെന്താ ഏതോ പെണ്ണിന്റെ കൈയക്ഷരം പോലുണ്ടല്ലോ എന്നും സംശയിക്കുന്നു. തലയിണയിൽ ഇരിക്കുന്ന ക്ലിപ്പ് കാണുന്നു. ഒരു ദിവസം ബാത്റൂമിൽ നീളമുള്ള മുടിയിരിക്കുന്നതും അവർ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നീ ഏതെങ്കിലും പെണ്ണിനെ പ്രണയിക്കുന്നുണ്ടോ, ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് നായകന്റെ അമ്മ നായകനോട് വഴക്കിടുന്നു. നായകൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇവിടെ നമ്മുടെ നായിക ഹൈദരാബാദിന് പോയിട്ട് ഒരു ദിവസം നേരത്തെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അവിടുത്തെ വേലക്കാരൻ വീട്ടിൽ ആ പാബ്ലോയുടെ അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ട്. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ നായികയെ അവിടെ നിന്ന് അയക്കുന്നു. അങ്ങനെ നമ്മുടെ നായിക പരാതി പറഞ്ഞുകൊണ്ട് ആ അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങുമ്പോൾ എതിരെ നമ്മുടെ നായകനെ കാണുന്നു. രണ്ടുപേർക്കും പരസ്പരം അറിയില്ല. നായകൻ അവിടെ ഒരു കോക്ക് കുപ്പിയെടുത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതറിയാതെ നായികയുടെ ദേഹത്ത് തട്ടുന്നു. അവർ നായകനെ ചീത്ത പറഞ്ഞിട്ട് പോകുന്നതായും കാണിക്കുന്നുണ്ട്. കുറച്ചു ദിവസത്തിനുള്ളിൽ നമ്മുടെ നായകന്റെ അച്ഛനും അമ്മയും പോകുമ്പോൾ നായകന്റെ കൈ പിടിച്ചമ്മ, ഞാൻ നാട്ടിൽ നിനക്കൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, നീ ആരെയും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, സത്യം ചെയ്യ് എന്ന് പറഞ്ഞ് സത്യം വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നായകൻ തന്റെ സുഹൃത്തിനോട്, എന്റെ വീട്ടിൽ താമസിക്കുന്നില്ലേ ആ പെണ്ണ്, അവളൊരു പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ട് മച്ചാ, ആ പെർഫ്യൂം മണമാണ് എന്നെ എന്തോ പോലെ ആക്കുന്നത്. ഇത്രയും നാൾ ആ പെണ്ണ് എനിക്ക് വേണ്ടി വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ട്, ഞാനും ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പരസ്പരം കാണാതെ പ്രവൃത്തികളിലൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ പെണ്ണിനെ കാണണമെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈകിക്കാതെ നാളെ കാണാമോ എന്ന് ആ പെണ്ണിനോട് ചോദിക്ക് എന്ന് സുഹൃത്ത് പറയുന്നു. അതനുസരിച്ച് നമ്മുടെ നായകൻ ഒരു തുണ്ട് കടലാസിൽ നമുക്ക് പരസ്പരം കാണാമോ എന്ന് എഴുതി വെക്കുന്നു. അത് കാണുന്ന നായികയ്ക്കും ഒരു ചെറിയ ചിന്ത വരുന്നു. നായികയും അടുത്ത ദിവസം നമ്മുടെ നായകനെ കാണാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവർക്ക് തിരക്കിട്ട് ഡൽഹി വരെ പോകേണ്ടി വരുന്നു. നമ്മുടെ നായകന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്കും പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ആ കൂടിക്കാഴ്ച നടക്കാതെ രണ്ടുപേരും അവരവരുടെ ജോലികൾക്കായി പോകുന്നു. എങ്കിലും അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ ആ പയ്യൻ എങ്ങനെയായിരിക്കും, ആ പെണ്ണ് എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യത്തോടെ ഒരു ചെറിയ ചിരിയോടെ അവരവിടുന്ന് പോകുന്നതായി കാണിക്കുന്നു. ഇവിടെ നമ്മുടെ നായകൻ നാട്ടിൽ വന്നതും അമ്മ, നിനക്കായി നാട്ടിൽ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണിന്റെ പേര് സ്വാതി, നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്, അവളെ പോയി കാണൂ എന്ന് പറഞ്ഞ് നായകനെ അയക്കുന്നു. അങ്ങനെ നായകൻ വന്ന് ആ സ്വാതിയെ കാണുന്നു. സ്വാതിക്ക് നമ്മുടെ നായകനെ ചെറുപ്പം മുതലേ വളരെയധികം ഇഷ്ടമാണ്. ഡാ, നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എവിടെയോ തുടങ്ങിയ യാത്ര ഇവിടെ വന്ന് അവസാനിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. എന്നാൽ നായകന്റെ ചിന്ത മുഴുവൻ നമ്മുടെ നായികയെക്കുറിച്ചാണ്. അദ്ദേഹം അപ്പോഴും ഫോൺ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക്, അതായത് കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വാതി, നീ കൊൽക്കത്തയിലല്ലേ, ഞാനും ഇടയ്ക്ക് ജോലിയുടെ ഭാഗമായി കൊൽക്കത്തയ്ക്ക് വരാറുണ്ട്, അപ്പോൾ നീ താമസിക്കുന്ന വീട്ടിലേക്ക് വരാം എന്ന് പറയുന്നു. എന്നാൽ നായകൻ തൻ്റെ കൂടെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് വീട്ടിലേക്കൊന്നും വരാൻ പറ്റില്ലെന്നും പറയുന്നു. ആ സുഹൃത്ത് അതിഥിയാണെന്നും അതൊരു പെൺകുട്ടിയാണെന്നുമുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുന്നു. ഇവിടെ നമ്മുടെ നായികയ്ക്ക്, അതായത് അതിഥിക്ക് ഭയങ്കരമായി പനി വരുന്നു. തൻ്റെ സുഹൃത്തിനോട് എനിക്ക് നല്ല പനിയാണ്, ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയി വന്നത് എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസം പതിവ് പോലെ നമ്മുടെ നായിക പനിയോടെ ഓഫീസിലേക്ക് പോകുന്നു. നമ്മുടെ നായകൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ ഡ്രോയർ തുറന്നു നോക്കിയാൽ അതിഥി ഹോസ്പിറ്റലിൽ പോയി വന്ന മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനുകൾ കാണുന്നു. അത് കണ്ട് നായകനെ കുറിച്ച് സങ്കടമാകുന്നുണ്ട്. പതിവ് പോലെ ഫ്രിഡ്ജിൽ ഗെറ്റ് വെൽ സൂൺ എന്നെഴുതി വെച്ചിട്ട് പോകുന്നു. ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ നായകന് നമ്മുടെ നായികയെ എങ്ങനെയും കാണണമെന്നുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കുന്നു. നായകന്റെ കയ്യിൽ നായികയുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അത് വാട്സാപ്പിൽ നോക്കി അവരുടെ പ്രൊഫൈൽ പിക്ചർ എങ്കിലും എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ അവരൊരു പാവയുടെ ചിത്രമാണ് പ്രൊഫൈൽ പിക്ചറായി വെച്ചിരിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ നായികയുടെ വീട്ടിലേക്ക് അവരുടെ സുഹൃത്ത് വന്നപ്പോൾ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കാണുന്നു. എന്താടി, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അസുഖമായതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ വാങ്ങിയതല്ലടി, എനിക്ക് പനിയാണെന്നറിഞ്ഞ് രാവിലെ ഇവിടെ താമസിക്കുന്ന ആളില്ലേ പാബ്ലോ, അവനാണ് വാങ്ങി വെച്ചത് എന്ന് പറയുന്നു. എന്താ ആ പയ്യൻ നിന്നെ ഇത്ര ശ്രദ്ധയോടെ നോക്കുന്നത്, അതും നിന്റെ മുഖം പോലും കണ്ടിട്ടില്ലല്ലോ, അവനെ പോയി കണ്ടുകൂടെ എന്ന് സുഹൃത്ത് ചോദിക്കുന്നു. എങ്ങനെ കാണാനാ, ജോലി ജോലി എന്ന് പറഞ്ഞ് ഓടുകയല്ലേ, വീക്കെൻഡിൽ കാണാമെന്ന് വെച്ചാൽ അവൻ നാട്ടിൽ പോകും, നോക്കാം, താനേ ഒത്തുവരുമായിരിക്കും എന്നവർ സന്തോഷത്തോടെ പറഞ്ഞ് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മുടെ നായികയ്ക്ക് ഒരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്.
അതായത് അവരുടെ ജോലി ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അത്രമാത്രം. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് അതിൽ കൂടുതൽ കൊൽക്കത്തയിൽ ഇരിക്കാൻ കഴിയില്ല. അവർക്ക് ഡൽഹിക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്റെ സുഹൃത്തിനൊപ്പം ഡൽഹിക്ക് പോകുന്നതായും, എന്നാൽ അവരുടെ ചിന്ത മുഴുവൻ നമ്മുടെ നായകനെ കുറിച്ചും അവനെ കാണാൻ കഴിയാതെ പോയല്ലോ എന്നുമായിരുന്നു. മറ്റൊരു വശത്ത് പതിവ് പോലെ നമ്മുടെ നായകൻ വീക്കെൻഡിൽ നാട്ടിൽ പോയിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാറുള്ള നമ്മുടെ നായികയുടെ പെർഫ്യൂം മണം അവിടെയില്ല. വേലക്കാരനെ വിളിച്ച് ആ പെണ്ണ് എവിടെ പോയി എന്ന് ചോദിക്കുന്നു. സർ അറിഞ്ഞില്ലേ, ആ പെണ്ണ് വീട് ഒഴിവായി പോയി, ഡൽഹിക്ക് പോയി സർ, ഇനി സാറിന് ഫ്രീ ആയിരിക്കാം എന്ന് പറയുന്നു. നായകന്റെ മനസ്സ് തകർന്നു പോകുന്നു. ഞാൻ മാത്രമാണ് ആ പെണ്ണിനോട് എന്തോ താല്പര്യം കാണിച്ചത്, അവൾക്ക് എന്റെ മേൽ ഒരു താല്പര്യവുമില്ലെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം കരുതുന്നു. അതിനുശേഷം ആ പെണ്ണ് താമസിച്ചിരുന്ന അപ്പുറത്തെ മുറിയിൽ പോയി നോക്കുന്നുണ്ട്. ആ പെണ്ണ് എപ്പോഴും ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ വെച്ചിട്ട് പോകുമായിരുന്നു. അത് പോയി നോക്കുന്നു. ഫ്രിഡ്ജിൽ ഒരു തുണ്ട് കടലാസ് ഇരിക്കുന്നുണ്ട്. സുരക്ഷിതമായിരിക്കുക, ഞാൻ നാട് വിട്ടു പോകുന്നു എന്നവർ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കണ്ടും നായകൻ കുറച്ച് സെന്റിമെന്റൽ ആകുന്നു. ആ എതിർ വീട്ടിലെ മുത്തശ്ശി കോളിംഗ് ബെല്ലടിച്ച്, ആ പെണ്ണ് പോകുമ്പോൾ ഈ പൂച്ചെട്ടി നിന്റെ കയ്യിൽ തരാൻ പറഞ്ഞു, വല്ലാതെ ഉണങ്ങിപ്പോയി, നീ തന്നെ വെള്ളമൊഴിക്കണം എന്ന് പറയുന്നു. അങ്ങനെ നായകൻ നായികയുടെ പൂച്ചെട്ടി വളർത്താൻ തുടങ്ങുന്നു. അങ്ങനെ നായിക അവിടെ നിന്ന് പോയതിനു ശേഷമാണ് അതെല്ലാം നായകന് പ്രണയമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു വശത്ത് ഇപ്പോൾ നമ്മുടെ നായകന് നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടി, അതായത് കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സ്വാതി, നായകനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, കല്യാണത്തിന് തയ്യാറെടുക്കുകയാണോ അല്ലയോ, എന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോഴാണ് നായകൻ, ഇല്ല, അവൾ ഇപ്പോഴാണ് ഈ സ്ഥലം വിട്ടുപോയത്, അതിൽ പിന്നെ മനസ്സൊരു മാതിരിയായിരിക്കുന്നു എന്ന് പറയുന്നത്. അവർക്ക് ഞെട്ടലാകുന്നുണ്ട്. അവളോ, ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഒന്നുമില്ല, ഞാൻ എന്തോ ഓർത്തിട്ട് പറഞ്ഞു പോയതാണ് എന്ന് നായകൻ പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ആ സ്വാതി എന്ന പെൺകുട്ടിക്കും നായകന്റെ മനസ്സിൽ വേറെ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടോ എന്നൊരു സംശയം വരുന്നു. അങ്ങനെ നായിക ഡൽഹിയിലാണെങ്കിലും നായകൻ ഇപ്പോൾ കൊൽക്കത്തയിലാണെങ്കിലും രണ്ടുപേർക്കും ആ വീട്ടിൽ അവർ ഒന്നിച്ചുണ്ടായിരുന്ന ഓർമ്മകളാണ് കൂടുതലും വരുന്നത്. നായകൻ വീക്കെൻഡിൽ നാട്ടിൽ വരുന്നു. അദ്ദേഹത്തിന്റെ കല്യാണത്തിനായി ആ സ്വാതിക്ക് വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. എങ്കിലും നായകന്റെ മുഖത്ത് സന്തോഷമില്ല. അതും സ്വാതി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് നമ്മുടെ നായകന്റെ വീട് കാണാനായി സ്വാതി നായകന്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ നായകന്റെ വീട്ടിൽ ഏതോ ഒരു പെണ്ണ് വന്ന് താമസിച്ചിട്ട് പോയ വിവരം സ്വാതി അറിയുന്നു. ഇതെന്താ എന്നോട് പറയാതിരുന്നത്, ഇവിടെ ഒരു പെണ്ണ് താമസിച്ചിരുന്നോ എന്നവർ നായകനോട് ചോദിക്കുന്നു. സത്യത്തിൽ ആദ്യം എനിക്കും അറിയില്ലായിരുന്നു. ഒരു പയ്യനാണെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ വേലക്കാരൻ ആ പെണ്ണിനെ ഇവിടെ താമസിപ്പിച്ചത്. അതിനുശേഷമാണ് ഞാനത് അറിയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ പെണ്ണ് അതിഥി വളരെ നല്ലവളായിരുന്നു. ഞങ്ങൾ പരസ്പരം കാണാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം അതിഥിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അത് ആസ്വദിച്ച നായകൻ പറയുന്നത് മുഴുവൻ ആ സ്വാതി കാണുന്നു. അവർക്കൊരു തരം അസൂയ, അതായത് പൊസസീവ്നെസ് തോന്നുന്നുണ്ട്. സ്വാതി ഇതേ അപ്പാർട്ട്മെന്റിൽ കല്യാണത്തിന് ശേഷവും താമസിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നായകൻ ഇത്രയും വർണ്ണിച്ച് പറയുന്നത് കൊണ്ട് കല്യാണത്തിന് ശേഷം നമുക്ക് വേറെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകന് ഡൽഹിയിൽ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ ഒരുപാട് കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ ഇപ്പോൾ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സ്വാതിയുടെ കമ്പനിയും അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ സ്വാതിയും നായകനും ജോഡിയായി ആ മീറ്റിംഗിൽ വരുന്നുണ്ട്. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി മറ്റൊരു കമ്പനിയിൽ നിന്നും കുറച്ച് പേര് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ നായിക അതിഥിയുമുണ്ട്. അങ്ങനെ ആ സെമിനാർ ഹാളിലേക്ക് വന്ന് മൈ നെയിം ഈസ് അതിഥി റാവു എന്ന് പറയുമ്പോൾ നായകനാകെ ഞെട്ടിപ്പോകുന്നു. ഒരു പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അതിഥി ഇവളാണോ, അതേ പേരാണല്ലോ പറയുന്നത് എന്ന് നായകന്റെ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ നായകൻ ആ അതിഥിയെ നോക്കിയിരിക്കുന്നത് ഈ സ്വാതി ഒരു വശത്ത് നിന്ന് കാണുന്നു. വീട്ടിലുണ്ടായിരുന്ന അതിഥി ഇവളാണോ, ഇവൻ ആ പെണ്ണിനോടാണ് താല്പര്യമെന്ന് തോന്നുന്നു എന്ന് കരുതി അവിടെ അതിഥിയോട് സംസാരിക്കാൻ വിടാതെ നായകന്റെ കൂടെ തന്നെ ഇരുന്ന് സ്വാതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിഥിക്ക് നമ്മുടെ നായകനെ അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ അവരുടെ ഓഫീസ് സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നായകൻ അതിഥിയുടെ അടുത്തേക്ക് വരുമ്പോൾ മണത്തു നോക്കുന്നത്. അവരുടെ പെർഫ്യൂം മണം നായകൻ അറിയാമല്ലോ. അതുവഴി ഈ പെണ്ണ് തന്നെയാണ് ആ പെണ്ണെന്ന് നായകൻ ഉറപ്പിക്കുന്നു. ഇപ്പോ അതും ശ്രദ്ധിക്കുന്ന സ്വാതി നമ്മുടെ നായകന്റെ അടുത്ത് വന്ന്, നിന്റെ വീട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് ഇവളാണോ, അവളോട് നീ പോയി സംസാരിക്കേണ്ടതല്ലേ, എന്തിനാ ആലോചിച്ചിരിക്കുന്നത്, മനസ്സിൽ അവളല്ലേ ഉള്ളത് എന്ന് ചോദിക്കുന്നു. ഇല്ല, ആ പെണ്ണിന് എന്നെ അറിയില്ല, എന്ത് പോയി സംസാരിക്കാനാണ്, പോയി സംസാരിച്ചാൽ അപമാനപ്പെട്ട് വരേണ്ടി വരും, വിട്ടേക്ക്, നമ്മുടെ കല്യാണക്കാരും നോക്കാം എന്ന് വളരെ സാധാരണമായി അദ്ദേഹം പറയുന്നു. ഇവിടെ നമ്മുടെ അതിഥിയോട് അവരുടെ സുഹൃത്ത് വന്ന്, ഞാൻ കുറച്ച് നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു, ആരോടും മനസ്സ് നഷ്ടപ്പെട്ടതുപോലെയാണ്,
നീ എപ്പോഴാണോ കൊൽക്കത്തയിലെ വീട്ടിൽ നിന്ന് വന്നത് അന്ന് മുതൽ നിന്റെ സന്തോഷം നിന്നോടൊപ്പമില്ല. നിനക്ക് അന്ന് തന്നെ ഞാനൊരു കാര്യം തരാമെന്ന് വിചാരിച്ചതാണ്. നിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ച് തുണ്ട് കടലാസുകൾ കിട്ടിയിരുന്നു. ഇതും പറഞ്ഞ് നമ്മുടെ നായകനും നായികയും തുണ്ട് കടലാസിൽ സംസാരിക്കുമായിരുന്നില്ലേ? അതെല്ലാം നമ്മുടെ അതിഥിയുടെ സുഹൃത്ത് നായിക അതിഥിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. അത് കാണുമ്പോൾ നായകന്റെ ഓർമ്മയാണ് അതിഥിക്ക് വരുന്നത്. അതിലൂടെ അവരും നമ്മുടെ നായകനെ പ്രണയിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് അവർ പൊട്ടിക്കരയുന്നു. ഇത്രയും നാൾ ഇവനെ കാണാതിരുന്നില്ലേ, ഇനി ഇവനെ കണ്ടേ തീരൂ. അങ്ങനെ എൻ്റെ പ്രണയം അവനോട് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നായകൻ താമസിക്കുന്ന കൊൽക്കത്തയിലെ അപ്പാർട്ട്മെന്റിലേക്ക് അതിഥി വരുന്നതായി കാണിക്കുന്നു. സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ നായകൻ ഒരു ചിന്തയോടെ തന്റെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ വീട്ടിലെ വാതിൽ തുറക്കുന്നതിന് മുൻപ് എതിർ വീട്ടിലെ മുത്തശ്ശി ഒരു സ്പെഷ്യൽ പേഴ്സൺ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നായകന് പെട്ടെന്ന് ഒരു പെർഫ്യൂം മണം വരുന്നു. അദ്ദേഹം അത് മണത്ത് നോക്കുമ്പോൾ അത് ആ അതിഥിയുടെ മണമാണെന്ന് മനസ്സിലാകുന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ അതിഥി തന്നെ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് ആദ്യമായി അതിഥിയും നമ്മുടെ നായകനെ കാണുന്നത്. അതിഥി നായകനോട്, ഞാൻ നിന്നെ ഒരുപാട് തിരഞ്ഞു, നിന്നെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. നായകനും തിരിച്ച് ഇത് തന്നെയാണ് ഞാനും നിന്നോട് പറയാൻ വിചാരിച്ചത് എന്ന് വെളിപ്പെടുത്തുന്നു. എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഡിന്നറിന് പോയാലോ എന്ന് അതിഥി ചോദിക്കുമ്പോൾ നായകനും സമ്മതിക്കുന്നു. അങ്ങനെ അതിഥി വളരെ സന്തോഷത്തോടെ നായകന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുന്നതും അതേസമയം അതേ അപ്പാർട്ട്മെന്റിലേക്ക് സ്വാതി വരുന്നതും കാണിക്കുന്നു. അവിടെ നമ്മുടെ അതിഥി നായകന്റെ വീട്ടിൽ വന്നിട്ട് പോയത് അവർ കാണുന്നുണ്ട്. അവർക്ക് എന്തോ പോലെയാകുന്നു. പതുക്കെ പതുക്കെ ഞാൻ പ്രണയിക്കുന്ന എൻ്റെ നായകൻ എന്നെ വിട്ടു പോവുകയാണല്ലോ എന്ന് സ്വാതിക്ക് തോന്നി. നേരെ നായകന്റെ വീട്ടിൽ വന്ന്, അപ്പോൾ ഈ കല്യാണം നിർത്തിവെച്ചാലോ? നിന്റെ മനസ്സിനുള്ളിൽ ആ അതിഥിയല്ലേ ഉള്ളത് എന്ന് ചോദിക്കുന്നു. നായകൻ അവിടെ എന്ത് മറുപടി പറയണമെന്നറിയില്ല. നീ ഒരു മറുപടിയും പറയണ്ട. മനസ്സ് പതറിയ, അതായത് ഡിസ്ട്രാക്റ്റഡ് ആയ ഒരാണിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാൻ തന്റെ വീട്ടിൽ പറഞ്ഞ് ഈ കല്യാണം നിർത്തിവെച്ചോളാം. നീ ആ അതിഥിയുടെ അടുത്തേക്ക് പോയിക്കോ എന്ന് സ്വാതി പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിറങ്ങുന്നു. ഇവിടെ നമ്മുടെ അതിഥിയും നമ്മുടെ നായകന്റെ കൂടെ ഡിന്നറിന് പോകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് പ്രണയം പറഞ്ഞൊന്നിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ ആ വേലക്കാരനെ കാണുന്നു. ആ വേലക്കാരൻ 2 മാസം മുൻപ് തന്നെ നായകന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്നും സ്വാതി എന്നൊരു പെൺകുട്ടിയുമായി ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ കല്യാണമാണെന്നും അതിഥിയോട് പറയുന്നു. അവരുടെ മനസ്സ് തകർന്നു പോകുന്നു. അവർക്ക് അവിടെ എന്ത് ചിന്തിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നൊന്നും മനസ്സിലാകുന്നില്ല. അവർ കരഞ്ഞുകൊണ്ട് നായകനെ കാണണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് അവരുടെ സുഹൃത്ത് ഫോൺ ചെയ്ത്, നീ എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനം എടുക്കരുത്. എന്ത് തന്നെ ആയാലും പോയി നേരിടൂ. നേരെ ഹോട്ടലിലേക്ക് പോ. എന്ത് നടക്കുമോ അത് നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ നായിക ഹോട്ടലിലേക്ക് വരുന്നു. എന്നാൽ അവിടെ നമ്മുടെ നായകനില്ല. നായകന് പകരം ആ സ്വാതിയാണ് ഇരിക്കുന്നത്. താനാണ് സ്വാതി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അതിഥിക്കും എന്തോ പോലെയാകുന്നു. ഈ പെണ്ണിനെയാണോ അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് കരുതി ഒരു പക്ഷേ ഈ ഹോട്ടലിലേക്ക് അദ്ദേഹം നമ്മളെ വരുത്തിയത് തന്നെ അദ്ദേഹത്തിന്റെ കല്യാണ കത്ത് തരാനായിരിക്കുമോ എന്നൊക്കെ അതിഥി ചിന്തിക്കുന്നു. അപ്പോഴാണ് സ്വാതി നമ്മുടെ നായികയെ ഇരുത്തിയിട്ട്, അദ്ദേഹം വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. എന്നോട് ഒരുപാട് തവണ സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. ഇതുവരെ 2 പേരും പരസ്പരം കാണാതെ തന്നെ എങ്ങനെയുള്ള ഒരു ബന്ധത്തിലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് പ്രണയിച്ചിരുന്നു. സ്കൂൾ കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ പ്രണയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എൻ്റെ മേൽ പ്രണയമില്ലെന്ന് തോന്നുമ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളോടും പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ വന്നത് എന്ന് അതിഥിയോട് സ്വാതി പറയുന്നു. അപ്പോൾ സ്വാതിയുടെ ശരീരത്തിൽ നിന്ന് ഒരു പെർഫ്യൂം മണം വരുന്നു. അത് നമ്മുടെ അതിഥി ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്. കണ്ടില്ലേ, ഈ പെർഫ്യൂം പോലും എനിക്ക് അദ്ദേഹമാണ് വാങ്ങി തന്നത്, അതും നിങ്ങളുടെ ഓർമ്മയോടെ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ അദ്ദേഹം നിങ്ങളെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന്. അതും പറഞ്ഞിട്ട് സ്വാതി അവിടെ നിന്ന് പോകുന്നു. അതേ സമയത്താണ് നമ്മുടെ നായകൻ അതേ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. അവിടെ സ്വാതി പോകുന്നത് കണ്ടിട്ട് സ്വാതിയോട് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്വാതി ഒന്നും സംസാരിക്കാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നു. ഇപ്പോൾ നായകൻ അതിഥിയുടെ, അതായത് നായികയുടെ അടുത്ത് വന്നിരിക്കുന്നു. നായിക ചിരിച്ചുകൊണ്ട് നായകന് നേരെ കൈ കൊടുക്കുന്നു. നമ്മുടെ 2 പേരുടെയും പ്രണയം ഒന്നിക്കുന്നതിനേക്കാൾ നിങ്ങളെ ഒരു പെണ്ണ് 15 വർഷമായി സ്കൂൾ കാലം മുതൽ പ്രണയിക്കുന്നു. ആ പ്രണയമാണ് ഒന്നിക്കേണ്ടതെന്ന് അവർ മനസ്സുകൊണ്ട് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ പ്രണയം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ നായകനോട്, നിങ്ങൾ എനിക്കൊരു നല്ല സുഹൃത്തായിരുന്നു, ആ സൗഹൃദം കാലാകാലം തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് നായകൻ,
ഈ അതിഥി എന്നെ ഒരു സുഹൃത്ത് മാത്രമായിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നായകൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ സ്വാതിയോട് നടന്ന കാര്യങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കുന്നു. അപ്പോഴാണ് സ്വാതി അതിഥി ഒരു കത്ത് തന്നിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞ് ആ കത്തെടുത്ത് വായിക്കുന്നത്. ആ കത്ത് നമ്മുടെ നായകന് വന്നതല്ല, ഈ അതിഥി സ്വാതിക്ക് കൊടുത്ത കത്താണ്. അതായത് നമ്മുടെ നായകൻ സത്യത്തിൽ ആ ഹോട്ടലിലേക്ക് വന്നത് അദ്ദേഹവും ഇതേ കാര്യം തന്നെ പറയാനായിരുന്നു. നമ്മൾ രണ്ടുപേരും പരസ്പരം കാണാതെ ഒരു പ്രണയത്തിലായി. എന്നാൽ എനിക്ക് വേണ്ടി ഒരു പെണ്ണ് 15 വർഷമായി പ്രണയിച്ച് എനിക്കായി കാത്തിരുന്നു. എനിക്ക് ഈ പ്രണയത്തേക്കാൾ ആ പ്രണയമാണ് വലുതെന്ന് തോന്നുന്നു. അത് പറയാനാണ് ഞാൻ വന്നത് എന്നവിടെ നമ്മുടെ നായികയായ അതിഥിയോട് അദ്ദേഹവും പറഞ്ഞിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് കുറച്ചു നാൾ പ്രണയിച്ച് അവരുടെ പ്രണയം മറന്നിട്ട് ഇപ്പോൾ നമ്മുടെ നായകൻ സ്വാതിയുടെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. സ്വാതിക്ക് കുറ്റബോധം തോന്നാതിരിക്കാനാണ് ഈ സത്യം ഇപ്പോൾ അതിഥി ആ കത്തിൽ എഴുതി, ഈ പാബ്ലോ നിനക്ക് വേണ്ടി മാത്രമുള്ളവനാണ്, അവൻ നിന്റെ കൂടെ മാത്രമേ ഉണ്ടാകൂ, നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്നും എഴുതിയിട്ട് ഇപ്പോൾ അവർ വീണ്ടും ഡൽഹിക്ക് പോകുന്നതായും അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് നമ്മുടെ നായകനെ മറക്കാൻ കഴിയാതെ പോകുന്നതായും ഇപ്പോൾ നമ്മുടെ നായകൻ സ്വാതിയെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതായും കാണിച്ച് ഈ കഥ അവസാനിക്കുന്നത്. എത്ര പേർക്ക് ഈ ഒരു ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടുവെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടവർ താഴെ കമന്റിൽ പറയൂ. കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.